വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് മെയ് 2 രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. കേരളത്തിന്റെ ചരിത്ര നിമിഷമാണിതെന്ന് മന്ത്രി വി എൻ വാസവൻ. LDF സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് 2028 തുറമുഖത്തിന്റെ എല്ലാ ഘട്ട പ്രവർത്തനങ്ങളും പൂർത്തിയാകുമെന്നും നേരത്തെ തന്നെ വരുമാനം ലഭിച്ചു തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളം ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ലോകം പ്രത്യേകിച്ചും ഉറ്റുനോക്കുന്ന ചരിത്ര നിമിഷത്തിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് മെയ് 2 രാവിലെ 11 മണിക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത്. 1996 EK നയനാർ സർക്കാരിന്റെ കാലത്ത് നിന്നും ആരംഭിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾവഴി. വിവിധ സർക്കാരുകൾക്ക് ശേഷം 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന പദ്ധതിക്ക് വേഗത കൂടിയത്. UDF സർക്കാർ ഉണ്ടാക്കിയ അടിസ്ഥാന കരാറിൽ മാറ്റം വരുത്തി LDF മുന്നോട്ടുപോയി. മഹാമാരിയും പ്രളയവും സമരവും ഒക്കെ വലിയ വെല്ലുവിളി തീർത്തിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് സർക്കാർ മുന്നോട്ടുപോയി. അതിന്റെ ഫലമായി 2024 ഏപ്രിലിൽ ട്രയൽ റണ്ണിന് വിഴിഞ്ഞത്ത് തുടക്കമായി. പിന്നാലെ ഡിസംബർ 3 കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റും ലഭിച്ചു. 285 കപ്പലുകളാണ് ഇതുവരെയായി വിഴിഞ്ഞത്ത് എത്തിയത്. 5.93 ലക്ഷം TEU ആണ് ഇതിനകം വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്തത്. 5.93 ലക്ഷം TEU ഇതിനകം കൈകാര്യം ചെയ്ത് ലോകത്തിലെ ഒന്നാമത്തെ തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. ഇതുവരെ ദുബായിലോ കൊളംബോയിലോ വരാത്ത MSCയുടെ പടുകൂറ്റൻ ചരക്കുകപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടത്. കമ്മീഷനിംഗ് കൂടി കഴിയുമ്പോൾ അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൂടി തുടക്കമാകുകയാണ്. അങ്ങനെ 2028 വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷിക്കുന്ന 2, 3, 4 ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. തൊട്ടുപിന്നാലെ മുൻ നിശ്ചയിച്ചതിൽ നിന്നും നേരത്തെ തന്നെ വിഴിഞ്ഞത്തിൽ നിന്നും വരുമാനവും ലഭിച്ചു തുടങ്ങുമെന്ന് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.